ഉയർത്തെഴുന്നേറ്റ യേശുവാണ് ദൈവത്തിൻ്റെ ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൂഫ് എന്ന് ഞാൻ പറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൂഫ് എന്ന് പറയുന്നത് ആ തുറന്ന കല്ലറയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ചില ആളുകൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു, പ്രത്യേകിച്ച് മുസ്ലിംസാണ് വിശ്വസിക്കുന്നത്, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടേ ഇല്ല. യൂദാസിനെ ദൈവം യേശുവിനെ പോലെ ആക്കി മാറ്റി. യേശു അല്ല ക്രൂശിക്കപ്പെട്ടത്, യൂദാസ് ആണ് പോലും ക്രൂശിക്കപ്പെട്ടത്. യൂദാസ് ആണ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ അവൻ്റെ ശരീരം എവിടെ പോയി? യൂദാസ് മരിച്ചതിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അവൻ്റെ ശരീരം എവിടെയാണ് അടക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ആ സ്ഥലവും ഇപ്പോഴും ഉണ്ട്. എന്നാലും ചില ആളുകൾക്ക് സംശയം, യൂദാസ് ആണോ യേശു ആണോ ക്രൂശിൽ മരിച്ചത്? ക്രൂശിൽ മരിച്ച വ്യക്തി ആരായാലും അവൻ്റെ ക്ലെയിം യേശു ആണ് എന്നാണല്ലോ. യൂദാസിനെ യേശുവിൻ്റെ രൂപത്തിലാക്കി മാറ്റിയെങ്കിൽ പോലും അവിടെ കിടന്ന് മരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് യഹൂദന്മാരും റോമക്കാരും അവനെ കൊല്ലുന്നവർ വിശ്വസിക്കുന്നത് അത് യേശു ആണെന്നല്ലേ. ആ കൊല്ലുന്ന വ്യക്തികൾ അവൻ്റെ കല്ലറയ്ക്ക് ഒരു കാവൽ ഏർപ്പെടുത്തി. കാരണം യേശു പറഞ്ഞിരുന്നു, മൂന്നാമത്തെ നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അവൻ ഉയർത്തെഴുന്നേറ്റിട്ട് റോമിന് ഒരു ഭീഷണിയായി തീരുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം ആ കാവൽ അവിടെ വെച്ചത്. അപ്പോൾ യൂദാസിൻ്റെ ബോഡി ആണെങ്കിൽ അതിനാരെങ്കിലും കാവൽ നിൽക്കുമോ? അല്ല, യേശുവിൻ്റെതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ അവരവിടെ കാവൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ യൂദാസിൻ്റെ ബോഡിക്ക് എന്ത് സംഭവിച്ചു? ആരായിരിക്കും യൂദാസിൻ്റെ ബോഡി മോഷ്ടിച്ചു കൊണ്ടുപോകാൻ വരുന്നത്? ഇനി യൂദാസിനെ ആണ് ക്രൂശിച്ചതെങ്കിൽ യേശു അവിടെയൊക്കെ കാണണ്ടേ? അവരുടെ ഇടയിൽ തന്നെ യേശു ഉണ്ടാവുമല്ലോ. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അതിനെക്കുറിച്ച് യാതൊരു സംശയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയേണ്ട ആവശ്യം അവർക്കില്ല. ഇനി യൂദാസിന്റെ ബോഡിയാണ് അവിടെ കടന്നതെങ്കിൽ യൂദാസിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ വെറും പൊട്ടത്തരാണ്. യൂദാസ് എങ്ങനെയാണ് മരിച്ചത് എന്നതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അവൻ തൂങ്ങി മരിച്ചു. അവൻ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തപ്പോൾ അവന് കിട്ടിയ ആ 30 വെള്ളിക്കാശിന് യഹൂദന്മാരൊരു ഭൂമി മേടിച്ചു. ആ ഭൂമി അവിശ്വാസികൾക്ക്, ഫോറിനേഴ്സിന്, അങ്ങനെയുള്ള എന്ന് വെച്ചാൽ അവരുടെ മതത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്ക് അവരുടെ ശരീരങ്ങളെ അടക്കാനുള്ള സ്ഥലമായിരുന്നു. അവിടെയാണ് യൂദാസിനെ അടക്കിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് യൂദാസിൻ്റെ രൂപം ദൈവം മാറ്റിയിട്ട് യേശുവിന് പകരമായിട്ട് യൂദാസിനെ ക്രൂശിച്ചു എന്നൊക്കെ പറയുന്നത് മഹാവിഡ്ഢിത്താണ്. യൂദാസിന് വേണ്ടി ആരും കാവൽ നിൽക്കാനും പോകുന്നില്ല, ആരും വെയിറ്റ് ചെയ്യാനും പോകുന്നില്ല. മൂന്നാമത്തെ ദിവസം അവനെ അനോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ ശിഷ്യന്മാരും പോകാൻ പോകുന്നില്ല. യേശുവിൻ്റെ അവൻ ഉയർത്തെഴുന്നേൽക്കാനും പോകുന്നില്ല.